നയന അടുക്കളയിൽ ജോലിയായിരിക്കും കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും റെഡിയായില്ലേടിയും ചോദിക്കുമ്പം അതെ, എനിക്ക് 2 കയ്യേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചൊക്കെ പതിയെ ചെയ്യാൻ പറ്റുള്ളൂ. വന്ന് നിനക്കൊന്ന് സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പം അതിന് വേറെ ആളെ നോക്കണം, ഞാൻ ഒന്നും സഹായിക്കില്ല, നിനക്ക് നിൻ്റെ അമ്മായിമ്മ വന്ന് ശിക്ഷയാ, അതുകൊണ്ട് നീ ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. അതിനിടയ്ക്ക് എന്നെ നീ വിളിച്ച് കയറ്റാൻ നോക്കണ്ട, പെട്ടെന്ന് എല്ലാം റെഡിയാക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് അവിടെ നയന നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ജലജ, നിനക്കൂടെ ചെയ്തുകൂടെ, അല്ലാതെ നയനെ വെറുതെ ഭരിപ്പിക്കാൻ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലേലും അങ്ങനെ ഞാൻ എന്തെങ്കിലും നയനെ പറയാൻ വന്നാൽ അപ്പം തന്നെ അച്ഛൻ വന്ന് ഇടങ്കോലിടും, അതുകൊണ്ടാണ് ഇവക്കൊന്നും എന്നെ യാതൊരു വിലയും ഇല്ലാത്തതെന്ന് പറയുന്നുണ്ട്. ഒരാളുടെ വില നിശ്ചയിക്കുന്നത് അവർ തന്നെയാണ്, അവരുടെ സ്വഭാവം അവർ പെരുമാറ്റവും കൊണ്ടാണ് അവനവന് വിലയുണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. നയന ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, ആ ജാനകി ചിലപ്പോൾ ഒന്ന് സഹായിക്കുന്നത്. മീനാക്ഷി 2 ദിവസമായിട്ട് ലീവല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കയറി സഹായിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതച്ച, എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പിന്നെ മിണ്ടാതെ അങ്ങ് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോഴേക്കും ജലജ വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അഹങ്കാരത്തിൻ്റെ കാരണം എന്താണെന്നൊക്കെ എനിക്ക് അറിയാടി, അച്ഛൻ ഇതുപോലെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ നിനക്ക് ഇത്ര അഹങ്കാരം എന്ന് പറയുന്നുണ്ട്. നയന പറയാണ്, അതെ, എനിക്ക് അഹങ്കാരം തന്നെയാണ്. അതെ, ഇവിടുന്ന് നിങ്ങളെ ഇപ്പോൾ ഇറക്കി വിട്ടാലും മുത്തശ്ശന് ഒരു കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ഇവിടുന്ന് എന്നെ ഇറക്കിടാൻ എൻ്റെ മുത്തശ്ശൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഒരു ടെസ്റ്റിങ്ങിന് ഞാനില്ല, എന്നെ എൻ്റെ അച്ഛൻ ഇറക്കി വിടില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പറയണം, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് എന്ന് പറയുന്നുണ്ട്. ഞാനൊരു ടെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന അവിടെ നിന്ന് ക്ലാസ് എടുത്ത് അനപ്പുറം തറയിലേക്ക് ഇട്ടിട്ട് അയ്യോ എന്നും പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്. പെട്ടെന്ന് എല്ലാവരും അടുക്കളയിലേക്ക് ഓടിയിട്ട് അയ്യോ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കവളത്തും കൈ വെച്ച് നിന്നിട്ട് മുത്തശ്ശനോട് നയന പറയാണ്, മുത്തശ്ശ ദാ ഈ ജലജ അപ്പച്ചി എൻ്റെ കർണത്തടിച്ചു എന്ന് പറയുമ്പോഴേക്കും എന്താ കർണത്തടിച്ചു എന്ന് ചോദിക്കുകയാണ്. അയ്യോ അച്ഛ, ഞാൻ അടിച്ചില്ല അച്ഛ, സത്യം ഞാൻ അടിച്ചില്ലെന്ന് പറയുന്നുണ്ട്. അല്ലച്ച, ഇവിടെ നിന്ന് കപ്പെടുത്ത് ഈ കപ്പ് താഴെ പോയപ്പം മനഃപൂർവ്വം നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണോടെന്ന് ചോദിച്ചിട്ട് എൻ്റെ കർണ തടിച്ച് വെച്ചാന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കണ്ട് മുത്തശ്ശനാണെങ്കിൽ, ജലജ നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. സത്യമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല അച്ഛാ, സത്യമായിട്ടുള്ള കള്ളത്തരം പറയുന്നതാ, അച്ഛൻ എന്നെ ഇറക്കി വിടുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ നയനയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും നയനെ പതിയെ കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശന് കാര്യം മനസ്സിലാവാണ്. എന്നിട്ട് മുത്തശ്ശൻ ജലജയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, നയനമ്മൾ ഒരിക്കലും കള്ളം പറയില്ല, നീ തന്നെ കാരണക്കാരി എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണമെന്ന് പറയുമ്പം അച്ഛ എന്താ ഈ പറയുന്നത്, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, നീ തെറ്റ് ചെയ്തു, നീ അവളെ അടിച്ചു, ഞാൻ വന്നപ്പോൾ തന്നെ നീ ഇവിടെ കിടന്ന് അടുക്കളയിൽ വഴക്കുണ്ടാക്കാമായിരുന്നല്ലോ, ഇത്രയും സമയമായിട്ടും ഒന്നും ശരിയായില്ലെന്ന് ചോദിച്ചു നീ മോളെ വഴക്ക് പറയുന്നത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്, അപ്പോൾ ഉറപ്പായിട്ടും നീ അവളെ ഉപദ്രവിച്ച് കാണും, എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അയ്യോ അച്ഛ, സത്യമായിട്ടും ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല, അവൾ മനഃപൂർവ്വം കള്ളത്തരം പറയുന്നതാണ്, എന്നെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതച്ച എന്ന് പറയാണ്. അല്ല, നീ ഇപ്പം ഇതിന് അടുക്കളയിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പം അല്ല ഒന്നും റെഡിയായില്ലേ, സമയമായില്ലോ എന്ന് ചോദിക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഇവിടെ ഇത്രയും പേരുണ്ടല്ലോ, ആർക്കെങ്കിലും അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്തോടെ, അതല്ലാതെ എല്ലാവരും കെട്ടിലമ്മ ചമഞ്ഞ് കയറി ഇരുന്നിട്ട് കഴിക്കാറാകുമ്പോൾ വന്നിട്ട് ആയില്ല നയനോട് ചോദിച്ചാൽ നയന എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നതിന് കേട്ടോ. അപ്പോൾ ദേവയാനി ആദർശിൻ്റെ മുഖത്ത് രൂക്ഷമായിട്ട് നോക്കുകയാണ്, തന്നെ കൂടെ ചേർത്താണോ ഇവൻ പറഞ്ഞെന്നുള്ള രീതിക്ക്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, ഇനി ഒരു സെക്കൻഡ് പോലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല, നയനയുടെ ദേഹത്തേക്ക് കയ്യോങ്ങി നിനക്ക് ഇനി ഈ അനന്തപുരിയിൽ യാതൊരു സ്ഥാനവുമില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. അച്ഛ, ഞാനിവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നയനമോളെ ഉപദ്രവിച്ചല്ലോ, അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങി വായെന്നും പറഞ്ഞിട്ട് ജലജയുടെ കയ്യെ പിടിച്ചിട്ട് ഇറക്കി വിടാൻ ശ്രമിക്കുമ്പോൾ അച്ഛ, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനെ പറയാണ്, വേണ്ട അച്ഛ, മുത്തച്ഛ, അപ്പച്ചി ഒന്നും ചെയ്യണ്ട, എനിക്കിട്ടല്ലേ അടിച്ചത്, ഞാനത് സഹിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ, എടി കള്ളി, ഞാൻ നിന്നെ അടിച്ചല്ലേ, അടിക്കാതെ നീ അടിച്ചെന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും മുമ്പിൽ എന്നെ നാണം കെടുത്താനുള്ള പരിപാടിയല്ലേ, എന്നെ ഇറക്കിടാനുള്ള പരിപാടിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട് അപ്പച്ചി, ഗെയിമിൽ ഞാനല്ലേ ചേച്ചിയെന്ന് ചോദിക്കുന്നുണ്ട്. ആദർശ് ചോദിക്കുകയാണ്, ഗെയിമോ എന്ന് ചോദിക്കുകയാണ്. അതേ ആദർശ് ഏട്ടാ, ഇവിടെ വന്നിട്ട് അപ്പച്ചി എന്നെ ഭയങ്കരമായിട്ട് വഴക്കായിരുന്നു, എന്നിട്ട് പറയാണ് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും ആരും ഒന്നും ചോദിക്കാനില്ല എന്നും പറഞ്ഞിട്ട്
അപ്പച്ചി കിടന്ന് വഴക്കുണ്ടാക്കി. അപ്പം ഞാനാ പറഞ്ഞത് അതല്ല, എന്നെ ഇറക്കിടാൻ എൻ്റെ മുത്തശ്ശൻ സമ്മതിക്കില്ല, പക്ഷെ അപ്പച്ചി തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അപ്പച്ചീനെ മുത്തശ്ശൻ ഇവിടുന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അതൊരിക്കലും സംഭവിക്കില്ല എന്നും പറഞ്ഞിട്ട് അപ്പച്ചി എന്നെ വെല്ലുവിളിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ നടത്തിയൊരു ഗെയിം തന്നെയാണിത്. എന്നെ അപ്പച്ചി ശരിക്കും അടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ് മനഃപൂർവ്വമായിട്ട് ദേവേനി പറയുന്നുണ്ട്, അപ്പോൾ മനഃപൂർവ്വമായിട്ട് നീ കള്ളം പറഞ്ഞതല്ലേ? അച്ഛൻ തന്നെ പറഞ്ഞല്ലോ നയനെ കള്ളം പറയില്ല എന്ന്. ഇപ്പം കണ്ടില്ല അച്ഛാ അവൾ കള്ളം പറഞ്ഞെന്ന് ദേവേനി പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, നയന മോള് എനിക്ക് അതിൻ്റെ സിഗ്നൽ തന്നിരുന്നു, അവൾ ഇത് പറഞ്ഞത് കള്ളമാണെന്നുള്ള കാര്യം, അല്ലാതെ അവൾ മറച്ചു വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ ഓഹോ അപ്പോൾ ഇവക്ക് വേണ്ടി മനഃപൂർവ്വം അച്ഛൻ എന്നെ കരുവാക്കായിരുന്നല്ലേ, ശരിക്കും എന്നെ എല്ലാവരും കൂടി ഫൂളാക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഈ വീട്ടിൽ നിന്ന് ആരെയും ഞാൻ ഇറക്കി വിടാനൊന്നും പോകുന്നില്ല, അതിനുള്ള ഇതും എനിക്കില്ല. പക്ഷെ നീ ചെയ്യുന്ന തെറ്റുകൾ അത്രത്തോളം വലുതാ, മനസ്സിൽ പോലും ചിന്തിക്കാതെ തെറ്റുകളാണ് നീ ചെയ്യുന്നത്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാൾ വീട്ടിനകത്തുള്ളത് തന്നെ ആ വീട്ടിന് എന്നും ഐശ്വര്യക്കേടാ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞ് നിന്നെ ഇറക്കി വിടുമെന്ന്. നമ്മുടെ വീടിന് ഭീഷണിയായിട്ട് പൊന്നയക്കുന്ന മരമാണെങ്കിലും അതിന് വെട്ടിക്കളയണമെന്നല്ലേ പഴമക്കാർ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല, അത് നീ ഒന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ വരുന്ന എല്ലാവരും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ മാത്രം നിനക്ക് എന്താ ഇവിടെ പ്രശ്നമുള്ളത്? നിനക്ക് എൻ്റെ സ്വന്തം മകളെ പോലെയല്ലേ ഞാൻ നിന്നെ കണക്കാക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. ഒന്നും തിരിച്ചു മിണ്ടാനില്ലാതെ ജലജ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നയന പറയാണ്, എല്ലാവരും ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അത് അപ്പച്ചീനെ ഒന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടി ചെയ്തതാ. വന്ന് ഈ ഒരു സമയത്ത് ഞാൻ ഇത്രയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നിൽക്കുക, അപ്പോഴേക്കും വന്ന് എൻ്റെ അടുത്ത് നിന്നൊരു ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുകയും ചെയ്തു, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും തിരിച്ചു പോവാണ്. മുത്തശ്ശൻ വന്നിട്ട് നയനോട് പറയാണ്, എന്തായാലും ഇത് കുറച്ച് ഓവറായി പോയില്ലേ, ഇനി ഇത് കണ്ടിട്ട് എല്ലാവരും കള്ളം പറയുമോ ചോദിക്കുമ്പം അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ, എന്തായാലും മുത്തശ്ശനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പച്ചി കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിരിക്കുക വന്ന് എപ്പോഴും വഴക്ക് പറയൽ, അധികാരം കാണിക്കലും, എന്നിട്ട് പറയും എന്നെ ഇറക്കി വിടുമെന്ന്. അതുകൊണ്ട് മുത്തശ്ശനൊരു ഡോസ് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ആകെപ്പാടെ കലിപ്പിൽ മുറിയിൽ പോയിരുന്നിട്ട് അവനോട് പറയാണ്, കണ്ടില്ലേടാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛനെന്നെ നാണം കെടുത്തിയത്, എന്നിട്ട് ഒരു പറച്ചിലും കൂടെ എന്നെ സ്വന്തം മകളെ പോലെ കണക്കാക്കുന്നതെന്ന്. അതൊന്നുമല്ല, അയാൾക്ക് ഇപ്പോഴും എന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ പേരിൽ ഈ വീട്ടിലൊരു സ്വത്ത് പോലും കാണില്ല. അന്ന് തന്നെ കണ്ടതല്ലേ, എല്ലാം നയനയുടെ പേരിലും നയനയ്ക്ക് ഇഷ്ടപ്പെട്ടവരുടെ പേരിലും എല്ലാവർക്കും സ്വത്ത് തുല്യമായിട്ട് എഴുതി വെക്കാൻ പറഞ്ഞത് കേട്ടതല്ലേ, അതുപോലെ തന്നെയായിരിക്കും എനിക്ക് യാതൊരു അവകാശവും ഈ വീട്ടിലില്ല. അവസാനം ഇങ്ങേർക്ക് എന്തെങ്കിലും സംഭവിച്ച് സ്വത്ത് തർക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിലെ ആരും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒഴിവാക്കി വിടും, എനിക്കൊരു രൂപ പോലും കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്വത്ത് ഭാഗം വയ്ക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യണം. അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് വീതം ഉണ്ടാക്കിയെടുക്കണം, അല്ല അയാളെ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും കിട്ടാതെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും, നമ്മളെ പടിയിറക്കി വിടും. ഇപ്പം കണ്ടവളും ആ വന്നവളും ഒക്കെ എന്ന് പറഞ്ഞിട്ട് ജലജ നയനേനെ അതുപോലെ നവ്യനെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്തൊരു അപ്ലോഡ് ചെയ്യാൻ മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.